अस्सलामुअलैकुम हेलो फ्रेंड्स, वेलकम बैक टू बुशराज किचन। तो आज हम बनाने जा रहे हैं बीफ बर्गर। പിന്നെ ബർഗർ ഉണ്ടാക്കാൻ പോകുന്നതിന് മുളക് പൊടി ഇടി മുളക് പൊടി കുത്തിയിട്ടെടുത്തത്, പിന്നെ ഗരം മസാല ഇടണം, ചാറ്റ് മസാല കുറച്ചിടണം, കുരുമുളക് ഇടണം, പിന്നെ ഉപ്പിടണം, സിർക്ക അരിപ്പൊടി, വിനീഗർ, പിന്നെ കുറച്ച് സോയ സോസ് ഇടണം, പിന്നെ കോൺഫ്ലവർ മുട്ടയിട്ടിട്ട് മിക്സാക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചാൽ മോശമില്ല, ടൈമില്ല, പിന്നെ 1 മണിക്കൂർ വെക്കണം. പിന്നെ കബാബ് ഇട്ടിട്ട് സ്ലോ മെല്ലാക്കിയിട്ട് വെക്കണം, ഫാസ്റ്റാക്കാൻ പാടില്ല. ഇതേമാതിരി എല്ലാത്തിനും നന്നാക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാൻ ബർഗർക്ക് പാവത്തിന് അവനെ മസ്ക തേച്ചിട്ടില്ലേ ചൂടാക്കാൻ വെക്കണം. സോസ് ആക്കണം, മൈനീസും ഇത് ടൊമാറ്റോ സോസും കുറച്ച് മുളക് പൊടി, ഇത് വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ അരക്കണം, മിക്സിയിൽ ഉണക്കണം, ഉപ്പിട്ടിട്ട് ഇതേമാതിരി മസ്ക ഇട്ടിട്ട് അതിനെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കാട്ടി പുരയിൽ തന്നെ ആക്കി നല്ല ടേസ്റ്റ് നല്ലതായിരിക്കും. പിന്നെ ലേറ്റസ്റ്റ് പത്ത, ഉള്ളി, കക്കരിക്ക അതിനെല്ലാം തെളുപ്പില മുറിച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്കായിട്ട് ചീസ് വെച്ചത്. ബീഫ് ഇതേമാതിരി എല്ലാത്തിനും ആക്കിയിട്ട് എടുക്കണം. പിന്നെ പട്ടാട്ട ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. തെളുപ്പിലെ പട്ടാട്ടനെ മുറിച്ചിട്ടില്ലേ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ ഒക്കെ തിന്നാൽ ബർഗർ റെഡിയാകും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ്. अगर वीडियो अच्छा लगा तो लाइक शेयर सब्सक्राइब करना भूलें। कमेंट डाउन बिलो कैसा लगा।